ഗൗരവത്തോടുകൂടി എന്റെ സഹോദരങ്ങളോട് ഗൗരവത്തോടുകൂടി ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഖുദ്സ് എന്ന് പറയുന്ന പലസ്തീനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു പത്രമുണ്ട്. ഖുദ്സ് എന്നാണ് ആ പത്രത്തിന്റെ പേര്. തിരിച്ചറിയണം നിങ്ങൾ. എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കൾ, പുറത്തു നിന്ന് എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുസ്ലിം സഹോദരിമാർ, സഹോദരങ്ങളെ, തിരിച്ചറിയണം പ്രിയമുള്ളവരെ. എന്ത് ആ പത്രത്തിലൂടെ ചില വാർത്തകൾ രംഗത്ത് വന്നു. എന്താണെന്നറിയോ? നമ്മൾ ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും താരങ്ങളായി യുവതലമുറ മാറുമ്പോ, സ്ത്രീകളടക്കം മാറുമ്പോ, മുസ്ലിങ്ങൾ അതിന് അഡിക്റ്റാകുമ്പോൾ, പ്രിയമുള്ളവരെ, അതിൽ വിട്ട വിനോദങ്ങളിലേക്ക് കടന്നു പോകുമ്പോ, അതിലൂടെ നമ്മൾ പൊക്കിപ്പിടിക്കുന്ന താരങ്ങളുണ്ടല്ലോ, ഫുട്ബോൾ താരങ്ങളുണ്ടല്ലോ, അവരൊക്കെ ലോകത്ത് കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ തിരിച്ചറിയണം നമ്മൾ. ഫുട്ബോൾ എന്ന് പറയുന്നത് ഐക്യത്തിന്റെ സന്ദേശമാണെന്ന് പ്രസംഗിച്ചവരുടെ എവിടെ പോയി അവരുടെ ശബ്ദം? എവിടെയോ ശബ്ദമെന്ന് ആവർത്തിച്ച് ചോദിക്കാനാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. പത്രത്തിലൂടെ നിങ്ങൾ അറിയുമോ, അർജന്റീന എന്ന് പറയുന്ന ആ ടീമിന്റെ ക്യാപ്റ്റൻ മെസ്സി എന്ന് പറയുന്ന ചൂതൻ രംഗത്ത് വന്ന്, അതെ, നമ്മളവരെ അവന്റെ ഫ്ലക്സുകൾ കെട്ടിവെച്ചു. നമ്മൾ ലോകത്ത് യുവാക്കൾ ഇറങ്ങി തിരിച്ചു. മലബാറിലെ മുസ്ലിങ്ങളും കോഴിക്കോട്ടെ മുസ്ലിങ്ങളും ഇറങ്ങിയില്ലേ? അതിനെ ഫ്ലക്സുകൾ കെട്ടിവെച്ചില്ലേ? ഇനി രണ്ടാമതൊരു ദൈവമുണ്ടെങ്കിൽ അത് മെസ്സിയായിരിക്കുമെന്ന് ഫ്ലക്സ് വെച്ചവരെവിടെ പോയി? ആലോചിക്കണം. ആ ഫ്ലക്സ് വെച്ചിട്ട് അവന്റെ ചിന്ത എന്തെന്നറിയുമോ? ഫുട്ബോളിലൂടെ അവൻ നേടിയെടുത്ത ലക്ഷക്കണക്കിന് രൂപ ആർക്ക് കൊണ്ടുപോയി കൊടുത്തു? ആർക്ക് കൊണ്ടുപോയി കൊടുത്തു? ഇസ്ലാമിനെ തകർക്കാൻ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കെതിരെ അമ്പെയ്യാൻ വേണ്ടി, അതെ, ഇസ്രായേലരുടെ കയ്യിലേക്ക് ഉണ്ടാക്കിയെടുത്ത പണം അവൻ കൊണ്ടുപോയി കൊടുത്തത് ആരുടെ കയ്യിലാ? ആ കളിക്ക് വേണ്ടിയാണ് നമ്മൾ തേജ് നമസ്കാരം നിർവഹിക്കാതെ കളി കാണാൻ നമ്മൾ മുന്നിലിരുന്നത്. അവന്റെ കളി കാണാൻ വേണ്ടിയാണ് ആവേശത്തോടുകൂടി നമ്മൾ രംഗത്തിറങ്ങിയത്. മുസ്ലിങ്ങളെ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വഴിവെക്കുന്നവരായി നമ്മൾ മാറരുത്. ചൂതന്മാരെ നമ്മൾ പൊക്കിപ്പറയരുത്. ചൂതന്മാരെ നമ്മൾ ഉയർത്തരുത്. അവന്റെയൊക്കെ ചിന്തകൾ ഇതായിരുന്നു എന്ന് പത്രത്തിന്റെ താളുകൾ നമ്മൾ തെളിയിക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാകണം. നമുക്ക് ആ ബോധമില്ല, യുവതലമുറക്ക് ആ ബോധമില്ല. ഇസ്ലാമിനെ പടുത്തുയർത്താൻ സ്വഹാബാക്കൾ കഷ്ടപ്പെട്ടത് എത്രയാൽ, പ്രയാസപ്പെട്ടത് എത്രയാൽ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ?